ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. രാജ്യത്തെ വിവിധ ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോയിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികളെത്തും. പിന്നീട് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇവർക്കുണ്ടാവില്ല. ഇവിടെ അവർക്കായി മെന്റലിയും ഫിസിക്കലുമായിട്ടുള്ള ടാസ്കുകളും ഉണ്ടാകും. ഇതെല്ലാം അതിജീവിച്ചും ജയിച്ചും മുന്നേറുന്ന ഒരു വ്യക്തി പ്രേക്ഷക പിന്തുണയോടെ സീസൺ വിജയിയായി മാറും. അത്തരത്തിൽ 7 സീസണുകളാണ് മലയാളത്തിൽ കഴിഞ്ഞത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 വൈകാതെ ആരംഭിക്കുകയും ചെയ്യും. പ്രധാന സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ഇത്തവണ അഗ്നിപരീക്ഷ എന്നൊരു പ്രീ ഷോ കൂടി ഉണ്ടാകും. കോമണർ മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണിത്. ഓഗസ്റ്റ് 15 മുതൽ അഗ്നിപരീക്ഷ ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റ് ചാനലിലും കാണാൻ സാധിക്കും. ഇതോടനുബന്ധിച്ചുള്ള പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഇപ്പോൾ അഗ്നിപരീക്ഷ എത്രത്തോളം പ്രയാസകരവും പ്രതിസന്ധി നിറഞ്ഞതുമാണെന്ന് കാണിക്കുന്ന തരത്തിലാണ് പ്രൊമോ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം 3 സിംഹാസനങ്ങളും അതിൽ ഇൻ എന്നും ഔട്ട് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം. ആരൊക്കെയാകും ഈ സിംഹാസനത്തിൽ ഇരിപ്പിടം ഉറപ്പിക്കുക എന്നത് കാത്തിരുന്നറിയേണ്ടിയിരിക്കുന്നു. ജഡ്ജസിന്റെ ഇരിപ്പിടമാണിതെന്നാണ് നിലവിലെ സൂചന. ഇനി എന്താണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് വിശദമായൊന്ന് നോക്കാം. അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രീ ഷോ, അതായത് സ്പിൻ ഓഫ് ആണിത്. പ്രധാന സീസണിന് മുൻപ് നിശ്ചിത എപ്പിസോഡുകളുള്ള ചെറിയൊരു സീസൺ. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം കോമണർ മത്സരാർത്ഥികളാണ്. അപേക്ഷകർ നൽകുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 50 അല്ലെങ്കിൽ 45 പേരാണ് അഗ്നിപരീക്ഷയിൽ ഉണ്ടാകുക. ഇവർ ഷോയിൽ മാറ്റുരയ്ക്കും. ഇവർക്ക് ഓഡിയൻസ് വോട്ടും ഉണ്ടായിരിക്കും. അഗ്നിപരീക്ഷയിൽ 3 ജഡ്ജസ് ഉണ്ട്. ഒരു അവതാരികയും ഉണ്ടാകും. ഇവർ മുൻ ബിഗ് ബോസ് വിന്നർമാരോ റണ്ണറപ്പുമാരോ ശ്രദ്ധ നേടിയവരോ ഒക്കെ ആയിരിക്കും. ഫിസിക്കൽ, മെന്റൽ, ഹ്യൂമർ, സംവാദം എല്ലാം മത്സരാർത്ഥികൾ നേരിടേണ്ടി വരും. ഒരു മത്സരാർത്ഥിക്ക് 3 റെഡ് സിഗ്നൽ കിട്ടിയാൽ ഔട്ടാകും. യെല്ലോ ആണെങ്കിൽ ഹോൾഡും ഗ്രീൻ ആണെങ്കിൽ സെലക്റ്റുമായിരിക്കും. 6ാമത്തെ എപ്പിസോഡ് മുതലാണ് ഇവർക്ക് വോട്ടിംഗ് ഉണ്ടാവുക. ഇതെല്ലാം തരണം ചെയ്യുന്നവരായിരിക്കും മെയിൻ സീസണിലേക്ക് എത്തുക. അഗ്നിപരീക്ഷ കഴിഞ്ഞാലുടൻ ബിഗ് ബോസ് സീസൺ 8 ആരംഭിക്കും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലാണ് ബിഗ് ബോസിൽ അവതാരകനായി എത്തുന്നത്. സീസൺ 8 ഇത്തവണ ആരൊക്കെയാവും പങ്കെടുക്കുക എന്നറിയാൻ കട്ട വെയിറ്റിംഗിലാണ് ബിഗ് ബോസ് ആരാധകർ. കോമണറായി എത്തുന്ന ഏതെങ്കിലും മത്സരാർത്ഥിയാണോ ഇത്തവണ വിജയകിരീടം ചൂടുക എന്ന കൗതുകവും ആരാധകർക്കുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമണറായി എത്തിയ അനീഷ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഒരാൾ ഇത്തവണത്തെ സീസണിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് ആരാധകർ.